നമ്മൾ വീണ്ടും നമ്മുടെ ചാപ്റ്ററിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ടോപ്പിക്ക് ബാലൻസ് ഉണ്ട്, അത് നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാം. അത് ആദ്യത്തെ ടോപ്പിക്കാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? ഇപ്പോൾ ഓടുന്ന ഒരു വണ്ടി, അതിനകത്ത് ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഡ്രൈവർ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രേക്കിങ്ങിന് ശേഷം കുറേ ദൂരം കൂടെ ഓടിയിട്ടായിരിക്കും വണ്ടി നിൽക്കുന്നത്. അപ്പം ബ്രേക്കിങ്ങിന് ശേഷം എത്ര ദൂരം ഓടിയിട്ടാണ് വണ്ടി നിൽക്കുന്നത്, ആ ദൂരം ഈസ് നോൺ ആസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പം എന്താണ്, ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. വെൻ ബ്രേക്സ് ആർ അപ്ലൈഡ് ടു എ മൂവിംഗ് വെഹിക്കിൾ, the distance it travels before coming to rest is known as stopping distance. What is stopping distance? When brakes are applied to a moving vehicle, the distance it travels before coming to rest is known by the name stopping distance. What is stopping distance? When brakes are applied to a moving vehicle, the distance it travels before coming to rest is known by the name stopping distance. ഇനി നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എല്ലാം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ഇതാണ്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ഇതിനകത്തുനിന്ന് എസ് എന്താണെന്ന് പറയും. വാട്ട് ഈസ് എസ്? എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്നല്ലേ. ഇതിനകത്ത് എസ് എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണെന്നിരിക്കട്ടെ. നിങ്ങളുടെ വണ്ടി വരുന്ന ഇനിഷ്യൽ വെലോസിറ്റി എത്ര? യു ആണ്. സോ വാട്ട് ഈസ് യു? ഇനിഷ്യൽ വെലോസിറ്റി, വണ്ടിയുടെ ഇനിഷ്യൽ വെലോസിറ്റി ആണ് യു. ദെൻ വണ്ടിയുടെ ഫൈനൽ വെലോസിറ്റി എത്രയാവും? വണ്ടിയുടെ ഫൈനൽ വെലോസിറ്റി എത്രയാ? വണ്ടി നിൽക്കുകയല്ലേ, വണ്ടി ഒന്ന് നിൽക്കുകയാണ്, അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രയാവും? 0 ആവും. ഇനി ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞല്ലേ വരിക, അപ്പൊ വണ്ടിക്ക് ഉണ്ടാകുന്ന ആക്സലറേഷൻ അല്ല, റിട്ടാർഡേഷൻ ആണ്. അപ്പൊ ഞാൻ ഇതിനെ നെഗറ്റീവ് എ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? നെഗറ്റീവ് എ. ഈ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് ഇസ് ഈക്വൽ ടു വി എത്രയാ? 0 സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മൈനസ് എ എന്ന് കിട്ടും. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ബൈ മൈനസ് 2a എന്ന് കിട്ടും. അല്ലെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a എന്ന് കിട്ടും. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ്. എന്തിനെന്ന് മനസ്സിലായി? ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറിനെന്ന് മനസ്സിലായി. അപ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്താൽ നിൽക്കണമെങ്കിൽ ആദ്യം വണ്ടി ഓടിക്കുമ്പോഴേ ഇത് ചിന്തിക്കണം. ഞാൻ വണ്ടിയാണ് ഓടിക്കുന്നതെന്നുള്ള ബോധം വേണം. ബ്രേക്ക് ചെയ്താൽ വണ്ടി നിൽക്കണം. എന്താ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ്. എന്തിന്? ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറിന്. അതായത് പറന്നാണ് വരുന്നതെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലല്ലേ, അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തായിരിക്കും ആ വണ്ടി നിൽക്കുക. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഓടിക്കണം? പതുക്കെ ഓടിക്കണോ, പറത്തി ഓടിക്കണോ? പതുക്കെ ഓടിക്കണം, മാന്യമായിട്ട് ഓടിക്കണം. അല്ലെങ്കിൽ പറന്ന് വന്നിട്ട് ബ്രേക്ക് ചെയ്തു, എങ്ങോട്ട് വണ്ടി കയറിപ്പോന്ന് അറിഞ്ഞൂടാ, അപ്പൊ അടുത്ത പരേടത്തിൽ കയറി നിൽക്കുന്നു, നമ്മൾ എവിടെ എത്തി, വേറെ സ്ഥലത്തെത്തിയോ എന്ന് വരെ സംശയമാണ്. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് സഞ്ചരിക്കും. അപ്പൊ വരുന്നത് ഇനിഷ്യൽ വെലോസിറ്റി കൂടുതലാണെങ്കിൽ വണ്ടി നിൽക്കുന്നതിന് മുമ്പ് സഞ്ചരിക്കുന്ന ദൂരം കൂടുതലായിരിക്കും. അപ്പൊ എന്താണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയറിന്. അപ്പോൾ വല്ല ബുദ്ധിമുട്ട് തോന്നിയോ? അപ്പൊ എന്തൊക്കെയാണ്? വാട്ട് ഡു യു മീൻ ബൈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? When brakes are applied to a moving vehicle, the distance it travels before coming to rest is known by the name stopping distance. ഇനി അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? We know the equation v square minus u square equal to 2as. Then what is s here? S is equal to v square minus u square divided by 2a. Then what is the final velocity of your vehicle? Well, vehicle will come to rest. So final velocity is 0. Then what is the initial velocity? Initial velocity is u. Okay, then see your vehicle, the speed of the vehicle is decreasing, so it is getting retardation. So what is a? So it is not getting acceleration. Acceleration is equal to negative a. So it means your vehicle is getting retardation. So instead of a you write negative a. So on putting the values you get s is equal to 0 square minus u square divided by 2 into minus a. So I will get s is equal to u square by 2a. Okay, it is very clear. S is proportional to initial velocity square. So you should drive carefully.
Okay, so be very careful while driving a vehicle. You should not ride the vehicle at a high speed. If you are riding at a high speed, what will happen? When brakes are applied, the vehicle will not stop there. It will move a large distance. It will cover a large distance before coming to rest. So stopping distance is directly proportional to initial velocity square. So when brakes are applied to a moving vehicle, the distance it travels before coming to rest is known as stopping distance. How can you get an equation for it? We know the equation v square minus u square is equal to 2as. Then here initial velocity, what is the initial velocity? U. The final velocity will be 0. Then how can you calculate s is equal to v square minus u square by 2a. Your vehicle is getting a retardation here. So instead of a, you write negative a. So I am putting the values here. I am getting the stopping distance as s is equal to u square by 2a. Then very clear, stopping distance is directly proportional to initial velocity square. Is it clear to you? But stopping distance in the proportional initial velocity square proportional. All the topic like